അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ട് ശിശുക്ഷേമ സമിതി ദത്ത് നൽകിയ കുഞ്ഞിനു വേണ്ടി പോരാടി തൻ്റെ കുഞ്ഞിനെ സ്വന്തമാക്കിയ അനുപമ എന്ന അമ്മയെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിയുകയും കൊന്നുകളയുകയും ഓടയിലെറിയുകയും അങ്ങനെ പലതും നമ്മളിപ്പോൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അനുപമ എന്ന അമ്മ ഒരു മാതൃകയാണ്. അന്ന് അനുപമ പൊരുതി നേടിയ എയ്ഡൻ എന്ന കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ എയ്ഡന് കൂട്ടായി എയ്റ എന്ന ഒരു പെൺകുട്ടി കൂടി എത്തിയിരിക്കുന്നു. ഇനി അനുപമയെ ഓർമ്മയില്ലാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം അനുപമയായിരുന്നു. 3 വർഷം മുമ്പ് എല്ലാ പത്രങ്ങളിലും TV ന്യൂസിലും നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ് അനുപമയുടേത്. 3 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. ജനിച്ച 3-ാം ദിവസമാണ് അനുപമയ്ക്ക് ആദ്യ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, അതായത് നമ്മുടെ എയ്ഡനെ. പേരൂർക്കടയിലെ CPM നേതാവിൻ്റെ മകളും SFI ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന അനുപമയ്ക്ക് DYFI മേഖലാ സെക്രട്ടറിയായിരുന്ന അജിത്തുമായുള്ള പ്രണയബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണ് എയ്ഡൻ. 2020 ഒക്ടോബർ 19-നാണ് കുഞ്ഞ് ജനിച്ചത്. വിവാഹത്തിന് മുമ്പ് ജനിച്ച കുഞ്ഞിനെ അനുപമയുടെ വീട്ടുകാർ നാണക്കേട് മൂലം ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് ആന്ധ്രയിലെ കുടുംബം കുഞ്ഞിനെ ദത്തെടുത്തു. ഒരുമിച്ച് ജീവിതം തുടങ്ങിയ അനുപമയും അജിത്തും തങ്ങളുടെ കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ അന്വേഷിച്ചെത്തിയപ്പോഴേക്കും ആന്ധ്രയിലെ ദമ്പതികൾക്കൊപ്പമായിരുന്നു കുഞ്ഞ്. പിന്നീട് കുഞ്ഞിനെ തിരികെ കിട്ടാൻ ആഴ്ചകൾ നീണ്ട സമരം വേണ്ടി വന്നു. ശിശുക്ഷേമ സമിതിക്ക് മുമ്പിൽ സമരമിരുന്ന അനുപമയ്ക്കൊപ്പം നാട് മുഴുവൻ കൂടെ നിന്നു. 2021 നവംബറിലാണ് കുഞ്ഞിനെ തിരികെ ലഭിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം സന്തോഷത്തോടെ വളരുന്ന എയ്ഡൻ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ കുഞ്ഞു കുടുംബത്തിൻ്റെ സന്തോഷം ഇരട്ടിയാക്കി ഇപ്പോൾ എയ്റ എന്ന പെൺകുട്ടി കൂടി എത്തിയിരിക്കുന്നു. മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മാതാപിതാക്കൾക്ക് ഈ അനുപമ എന്ന അമ്മ മാതൃകയാണ്. കാരണം അനുപമയ്ക്ക് വീട്ടുകാർ പറഞ്ഞതുപോലെ നാണക്കേട് മൂലമോ എന്തെങ്കിലും പറഞ്ഞ് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. ഇതും കണ്ടുപഠിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ച് മക്കളുണ്ടാകണമെന്നല്ല. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ കല്യാണം കഴിക്കുക. പക്ഷേ എന്തെങ്കിലും അബദ്ധത്തിൽ മക്കളുണ്ടായാൽ പോയാൽ പോലും ആ മക്കളെ സംരക്ഷിക്കുക. കാരണം മക്കളെന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. മറക്കാതിരിക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്.